പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവത്തിനെ ചിന്തിക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 2 കൊരിന്ത്യർക്ക് ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നതാണ്, ഹല്ലേലൂയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്നുള്ളത്. പ്രൈസ്. ഇത് കൊരിന്ത്യ സഭയോട് മാത്രമല്ല, ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യരോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ജീവിതമാകുന്ന ഇരുട്ടിൽ നിന്ന് ആമേൻ വെളിച്ചം പ്രകാശിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. മാത്രമല്ല, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് അത് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമായിട്ട് നൽകുന്ന ദൂത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മക്കളെ, ഈ ലോകം എന്ന് പറയുന്നത്, ഈ ലോക ജീവിതം എന്ന് പറയുന്നതും മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ, ഇവിടുത്തെ അധികാരവർഗങ്ങൾ, നാം കടന്നുപോകുന്ന മേഖലകൾ, ഹല്ലേലൂയ, നാം അധിവസിക്കുന്ന ഈ ഭൂമി എല്ലാം ഏതു വിധത്തിൽ നോക്കിയാലും പാപത്തിന്റെ അധീനതയിൽ വീണ് മനുഷ്യനെ മുഴുവൻ ഇരുളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സാത്താന്റെ ആധിപത്യത്തിലാണ്. ഹല്ലേലൂയ. പിശാച് ഏതു മനുഷ്യനെ തകർക്കാൻ കഴിയുമോ അതേ വിധത്തിലൂടെ അവനെ വഴിതിരിച്ചു വിട്ട്, ഹല്ലേലൂയ, പാപത്തിലേക്ക് കൊണ്ടുപോയി അവനെ നിത്യതയിൽ നഷ്ടപ്പെടുത്തി നിത്യമായ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്തം ചെയ്യൽ പാപം മനുഷ്യന്റെ ജീവിതത്തിൽ കാണിച്ച് പ്രലോഭനങ്ങൾ വഴിയായി, മോഹങ്ങൾ വഴിയായി മനുഷ്യനെ അതിനകത്ത് അകപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, വലയിൽ അകപ്പെട്ട ആമയലിയ പക്ഷികളെ പോലെ, അല്ലെങ്കിൽ മനുഷ്യൻ വലയിൽ അകപ്പെടുകയാണ്. അവനതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ പാപം അവന്റെ ഉള്ളിൽ വർദ്ധിച്ച്, അല്ലെങ്കിൽ പിന്നെ തീയതി ആമീൻ ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് അവൻ കടന്നു പോകുന്നു, ആണായാലും പെണ്ണായാലും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യമാകുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുക. രക്തം ചെയ്യും. വീണ്ടും ഈ ദൈവത്തിന് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ, നമ്മുടെ ആത്മാവ്, പ്രാണൻ, ശരീരം മുഴുവൻ പ്രകാശിക്കുന്നതിനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഫ്രൈസരോ, നമ്മുടെ ആത്മാവും പ്രാണനും ശരീരവും മുഴുവൻ പ്രകാശിക്കണം. നമ്മുടെ ആത്മാവ്, പ്രാണൻ, ശരീരം ഇരുളിലേക്ക് പോകാതെ വെളിച്ചത്താൽ നിറയാൻ വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിൽ വന്നത്, ലോകത്തിന്റെ വെളിച്ചമായി വന്നത്. ആ യേശു ക്രിസ്തുവിലൂടെയാണ് പ്രകാശിക്കേണ്ടതെന്ന് ദൈവത്തിന്റെ വചനം പറയുക. അവൻ നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. യേശു നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്, ഹല്ലേലൂയ, നമ്മുടെ ഭാവിയെയും ശോഭിതമായ ഭാവിയെയും, ഹല്ലേലൂയ, സാത്താൻ തകർക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഭാവിയെയും, ഹല്ലേലൂയ, ശോഭിതമായൊരു ഭാവിയെയും നാം വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന, അത് പ്രത്യാശ തന്ന്, സന്തോഷം തന്ന്, നിത്യതയുടെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. ഹല്ലേലൂയ. ലോകം പല ചോദ്യചിഹ്നങ്ങളും നിങ്ങളോട് ചോദിക്കും. ലോകം നിങ്ങളോട് പലതും ആരാഞ്ഞ് ചോദിക്കും. പക്ഷേ നിങ്ങൾ അതിനകത്തൊന്നും അമല്യ വീണു പോകരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് എന്തു പറയുന്നു അതനുസരിച്ച് ജീവിച്ചാൽ, രക്തം ചെയ്യും, ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവും പ്രാണനും നിങ്ങളുടെ ശരീരം മുഴുവൻ ദൈവത്തിന്റെ വിളക്കാൽ, ദൈവത്തിന്റെ തേജസ്സാൽ, അല്ലെങ്കിൽ ദൈവ പ്രകാശത്താൽ നിങ്ങൾ തെളിഞ്ഞു നിൽക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ആ ദൈവിക തേജസ് നിറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുളുകൾ മാറിപ്പോകും. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഠിനമായ ശോധനകൾ, പരീക്ഷകളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എത്രയോ കാലങ്ങളായി നിങ്ങൾ ഇരുളടഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. അല്പം വെളിച്ചത്തിന് വേണ്ടി, പ്രകാശത്തിന് വേണ്ടി നിങ്ങൾ ഏതെല്ലാം വഴിയിലൂടെ യാത്ര ചെയ്ത്, എവിടെല്ലാം നിങ്ങൾ കടന്നുപോയി, ആരോടെല്ലാം നിങ്ങൾ പറഞ്ഞു. ഇന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ അനുഭവങ്ങൾ മാറാതെ ഇന്ന് നീ ഇരുണ്ട ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മക്കൾ ശക്തമായിട്ട് പറയുന്ന ദൂത്, അത് ഇരുട്ടിൽ നിന്ന് പ്രകാശം തരുന്ന യേശുവിന്റെ ജീവിതത്തിനകത്തെ ഇരുള് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞ് നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് കൊടുക്കുവാണെങ്കിൽ, രക്തം ചെയ്യും,
അല്ലേലിയ. നിന്റെ ജീവിതത്തിനകത്തൊരു പുതിയ മാറ്റം സംഭവിക്കും. രക്തം ചെയ്യാം. അല്ലേലിയ. വചനം പറയുന്നത് ഈ പ്രകാശം എവിടെ നിന്നാണ് വരുന്നത്? ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ഈ പ്രകാശം എവിടെ നിന്നാണ് വരുന്നത്? ഈ പ്രകാശം ആരാണ് തരുന്നത്? ഈ പ്രകാശം എന്താണ്? അല്ലേലിയ. അത് ഈ പ്രകാശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള തന്റെ തേജസ്സാകുന്ന പരിജ്ഞാനത്തിന്റെ വെളിച്ചമാകുന്നു. ഈ വെളിച്ചം എന്ന് പറയുന്നത് ക്രിസ്തു യേശുവാകുന്നു. ഈ വെളിച്ചം എന്ന് പറയുന്നത് സുവിശേഷമാകുന്നു. അല്ലേലൂയ. അപ്പൊ സുവിശേഷം നിന്റെ ഹൃദയത്തിൽ വരുമ്പോൾ, യേശു നിന്റെ ഹൃദയത്തിൽ വരുമ്പോൾ, അല്ലേലൂയ, ആമേൻ, ദൈവ തേജസ്സിന്റെ അല്ലെങ്കിൽ സ്തോത്രം, ആമേൻ, തേജസ്സിന്റെ പരിജ്ഞാനമാകുന്ന ക്രിസ്തുവിന്റെ തേജസ്സിന്റെ ഉള്ളിൽ വെളിപ്പെടുമ്പോൾ നിന്റെ സകല ഇരുളുകളും മാറിപ്പോകും. രക്തം ചെയ്യാം. എത്ര കാലമായി സഹോദര നീ മദ്യപാനം നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? എത്ര നാളുകളായി സഹോദരി നിന്റെ ജീവിതത്തിനകത്ത് ദൈവികമല്ലാത്ത പ്രവൃത്തി നീ പിന്തിരിയുവാൻ ആഗ്രഹിക്കുന്നു? നിന്റെ തലമുറ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, തലമുറയുടെ മദ്യമയക്കുമെന്ന് വിടിവിക്കപ്പെടാൻ വേണ്ടി നീ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു? എവിടെയെല്ലാം പോയി നീ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും കഴിച്ചു, എന്തെല്ലാം ചികിത്സകൾ ചെയ്ത്, ഏതെല്ലാം ഹോസ്പിറ്റലുകളിൽ കൊണ്ട് നീ കാണിച്ച്, എന്നിട്ടൊന്നും ഒരു പ്രയോജനമില്ലാതെ എല്ലാറ്റിലും നീ തകർന്നു പോയില്ലേ? രക്തം ചെയ്യാം. ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ, ജീവിതത്തിൽ നന്മ കാണാൻ കഴിയാതെ, അനുഗ്രഹങ്ങളെ കാണാൻ കഴിയാതെ നീ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയല്ലേ ഇന്ന്? രക്തം ചെയ്യാം. അല്ലേലിയ. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമുണ്ടോ? നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? നിനക്ക് ശാരീരിക മാനസികമായ സൗഖ്യമുണ്ടോ? എല്ലായിടത്തും നീ പരാജയപ്പെട്ടവനല്ലേ, പരാജയപ്പെട്ടവളല്ലേ? നിന്റെ ഭവനത്തിനകത്ത് കണ്ണുനീരൊഴിഞ്ഞ സമയമുണ്ടോ? അല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ അവസ്ഥകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അവസ്ഥകൾ അറിഞ്ഞ് നീ ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് മടങ്ങി വന്നാൽ, അല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ സകല ഇരുളും മാറി നിന്റെ ആത്മാവും ശരീരവും പ്രാണനും പ്രകാശിക്കത്തക്ക നിലയിൽ നിന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ദൈവതേജസ്സിന്റെ പരിജ്ഞാനത്തെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ട് ഇന്നലകളിൽ പ്രാർത്ഥിച്ച് നിരാശയോടുകൂടിയിരിക്കുന്ന വിഷയത്തിന് ഇനി മറുപടി കാണും. വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്. ആത്മാവ് സഭയോട് പറയുന്ന ദൂതുകൾ ഏറ്റെടുക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ദൂത് ഏറ്റെടുക്കുന്നെങ്കിൽ, ദൈവവചനത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുവാൻ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറും. രക്തം ചെയ്യാം. അല്ലേലി. അപ്പൊ ഈ വെളിച്ചം എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന് വരുന്നതാണ്. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാടതിന്റെ വിളക്കാകുന്നു എന്നാണ് നമ്മൾ വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രക്തം ചെയ്യാം. അല്ലേലിയ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അല്ലേലൂയ, അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, സ്തോത്രം, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാടതിന്റെ വിളക്കാകുന്നു എന്നാണ്. അല്ലേലൂയ. നോക്കി ആ വചനം, അല്ലേലൂയ, എത്ര ശ്രേഷ്ഠമായ വചനമാണ്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ശലോമോൻ പണിത ദൈവാലയത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രകാശിതനായി ഭൗമികമായ യാതൊരു വെളിച്ചവും ഉണ്ടായിരുന്നില്ല. ദൈവിക തേജസ് അവിടെ പ്രകാശിച്ചു കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അതേപോലെ പുതിയ യെരൂശലേമിനും ദൈവിക തേജസ് പ്രകാശിക്കുന്നത് കൊണ്ട് സൂര്യനോ ചന്ദ്രനെയോ പ്രകാശം ആവശ്യമില്ലെന്ന്. അല്ലേലൂയ. ഓർത്തെ, ശലോമോൻ പണിത ദൈവാലയത്തിനകത്ത് ഭൗമികമായ വെളിച്ചത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ദൈവിക തേജസ് നിറഞ്ഞു നിന്നതുപോലെ അല്ലേലൂയ, പുതിയ യെരൂശലേമിലേക്ക് കടന്നു വരുന്ന ജനത്തിന് ഈ ലോകത്തിലെ സൂര്യനെയോ ചന്ദ്രനെയോ അതിന്റെ പ്രകാശങ്ങളെയോ വേണ്ട. അവിടെ ദൈവ തേജസ് നിറയപ്പെട്ട അനുഭവമായിരിക്കും. കുഞ്ഞാടതിന്റെ വിളക്കായിരിക്കും. അല്ലേലൂയ. അത് ഇന്ന് പകൽ നീ ദൈവസന്നിധിക്ക് നേർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, സ്തോത്രം, അല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്ത് ഈ ദൈവ തേജസ് വെളിപ്പെടും. കുഞ്ഞാട് നിന്റെ കുടുംബത്തിന്റെ വിളക്കായി മാറും. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ കരമൊക്കെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഈ വചനമൊക്കെ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ജാതികൾ എന്നാണ് ചില പരിഭാഷകളിൽ കാണുന്നത്. ജാതികൾ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ജനം എന്നാണ് ചിലയിടത്ത് കാണുന്നത്. ഹല്ലേലൂയ. അന്ന് സഹസ്രാബ്ദ കാലത്ത് രക്ഷിക്കപ്പെട്ട പുതിയ ഭൂമിയിലേക്ക് മാറ്റപ്പെടുന്ന ജനങ്ങളെയാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25:31 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ, സകല ജാതികളിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന ചെമ്മരിയാടുകളെ നീതിമാന്മാർ എന്ന ഗണത്തിൽപ്പെടും.
ഹല്ലേലൂയ. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം സാത്താൻ പലരെയും വശീകരിച്ച് യുദ്ധത്തിന് അണിനിരത്തുമ്പോൾ സാത്താന്റെ തന്ത്രപരമായ നീക്കത്തെ, അല്ലതുവാ സാത്താൻ തന്ത്രത്തിൽ പെടാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരും ഈ ഗണത്തിൽ പെടുമെന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളിൽ ആമി കൂടി നിൽക്കാതെ 1000 ആണ്ട് സഹസ്രാബ്ദം വാഴ്ചയ്ക്ക് ശേഷമായി പിശാച് ജനത്തെ വശീകരിച്ച് അവന്റെ തന്ത്രങ്ങളിൽ ഉൾപ്പെടാതെ നിൽക്കുന്നവർക്കും ഹല്ലേലൂയ ഈ പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കാൻ കഴിയും. രക്തജയം അവിടെ ദൈവ തേജസ്സായത് പ്രകാശം കേട്ടോ. ഹല്ലേലൂയ. കുഞ്ഞാടതിന്റെ വിളക്കാകുന്നു എന്നാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന സ്നേഹിത, നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ വേദപുസ്തകം നാം വായിക്കുമ്പോൾ പലവിധമായ ഇരുളിനെ കുറിച്ച് കാണാൻ കഴിയും. വേദപുസ്തകം പഠിക്കുമ്പോൾ പലവിധമായ ഇരുളിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ അതിൽ നമുക്ക് ചിലതൊക്കെ ചിന്തിക്കുവാൻ കഴിയട്ടെ. ഒന്നാമത്തെ ഇരുൾ എന്ന് പറഞ്ഞ പാപമാകുന്ന ഇരുൾ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അതുകൊണ്ട് മനുഷ്യന് സമാധാനം നഷ്ടപ്പെടും, സ്വസ്ഥത നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും, ആത്മീയജീവിതം നഷ്ടപ്പെടും, ആത്മീയ ശുശ്രൂഷകൾ നഷ്ടപ്പെടും, ദൈവമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടും, ദൈവിക തേജസ് നഷ്ടപ്പെട്ടും അല്ലെങ്കിൽ ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ പാപമാകുന്ന ഇരുളിനകത്ത് അവൻ വലയുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. അല്ലേ പാപമാകുന്ന ഇരുള്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക. നിങ്ങൾ നല്ല വെട്ടത്തിൽ നടക്കുക. രാത്രിയിൽ നമുക്കറിയാം ഇരുട്ടാണല്ലോ. അപ്പൊ റോഡിലൊക്കെ നല്ല സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഉണ്ട്. ആ നല്ല വെളിച്ചത്തിൽ നിങ്ങൾ പെട്ടെന്ന് നടക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി കഴിഞ്ഞാൽ, റോഡും പരിസരം മുഴുവൻ ഇരുളായി കഴിഞ്ഞാൽ നിങ്ങളെ അവസ്ഥ എത്ര പരിതാപകരമായി മാറും. അല്ലേലിയ. അതുകൊണ്ട് അതേപോലെയാണ് നിന്റെ ജീവിതത്തിനകത്ത് പാപം കടന്നു വരുമ്പോൾ, പാപമാകുന്ന ഇരുൾ വന്നു കഴിയുമ്പോൾ നിന്റെ അവസ്ഥകളെല്ലാം മാറും. രക്തം ചെയ്യും. അതുകൊണ്ട് പാപത്തെ ജീവിതത്തിൽ കൂട്ടരുത്. പാപത്തെ ജീവിതത്തിൽ കൊണ്ടു നടക്കരുത്. പാപത്തിന്റെ ശരീരത്തിന്റെ ആത്മാവിൽ നിന്നും നീ എടുത്ത് പുറത്ത് കളയണം. നിന്റെ ഹൃദയത്തിൽ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനത്തെ നിറയപ്പെട്ട് കുഞ്ഞാട് നിന്റെ ഹൃദയത്തിന്റെ വിളക്കായി മാറണമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പകരുന്നത്. ഞാൻ നിങ്ങളോട് ഈ വചനമൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് പരിശോധനകളെ, പരീക്ഷകളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഞാൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാനെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിരാശപ്പെടാതെ നിൽക്കുന്നതിന്റെ കാരണം ദൈവ തേജസ് എന്റെ ഉള്ളിൽ തിളങ്ങി നിൽക്കുന്നുള്ള ദൈവ തേജസ് ഞാൻ നിറയപ്പെട്ട് നിൽക്കുന്നുണ്ട്. കുഞ്ഞാട് എന്റെ ജീവിതത്തിന്റെ വിളക്കായി പ്രകാശിക്കുന്നത് കൊണ്ട്, പാപമാകുന്ന ഇരുളിൽ ദൈവം എന്നെ വിടുവിച്ചത് കൊണ്ട് എന്റെ പ്രത്യാശ മുഴുവൻ യേശുക്രിസ്തുവിലാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ഓർത്താൻ പണ്ടേ നാം തകർന്നു പോകാമായിരുന്നു, പണ്ടേ നാം നശിച്ചു പോകാമായിരുന്നു. എന്നാൽ കുഞ്ഞാട് നമ്മുടെ ജീവിതത്തിന്റെ വിളക്കായി നിൽക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ പാപമാകുന്ന ഇരുളിനെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പാപമാകുന്ന ഇരുളിനെ നീ അതിജീവിക്കണം. പാപമാകുന്ന ഇരുളിനെ നീ വിട്ട് മടങ്ങി വരണം. പാപം ചെയ്യുവാനും പാപം ചെയ്യിപ്പിക്കുവാനും പാപത്തിന് പ്രോത്സാഹനം തരുവാനും പാപത്തെക്കുറിച്ച് പ്രേരണ നൽകുവാനും പാപത്തിലേക്ക് നിന്നെ വിളിച്ചുകൊണ്ടുപോകാൻ അനവധി ആളുകൾ കാണും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര, നിന്നെ കണ്ട് പാപം ചെയ്യിപ്പിക്കുവാൻ, നിന്നെ പാപത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ അനവധി കൂട്ടുകാർ നിനക്ക് കാണും. സഹോദരി, ഒരുപാട് കൂട്ടുകാരികൾ കാണും. പ്രത്യേകിച്ച് ഇന്നത്തെ മൊബൈല് സുലഭമായി എല്ലാവരുടെ കൈവശമുണ്ട്. എല്ലാവരുടെ കയ്യിൽ ആൻഡ്രോയിഡ് മൊബൈലാണ്. ഏതുവിധ പാപങ്ങളും ഏതുവിധ സാഹചര്യത്തിലും കണ്ടാനന്ദിപ്പാൻ കഴിയത്തക്ക നിലയിൽ മനുഷ്യന്റെ മനസ്സിനെ വശീകരിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങൾ നമ്മുടെ ഇടയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. രക്തം ചെയ്യും. അതുകൊണ്ട് നീ പാപമാകുന്ന ഇരുളിലേക്ക് പോകാതെ ഹല്ലേലൂയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നീ പുതുജീവൻ പ്രാപിക്കണം. രക്തം ചെയ്യും. ഒന്നാമത്തെ ഇരുൾ എന്താണ്? പാപമാകുന്ന ഇരുൾ. രണ്ടാമത്തെ ഇരുൾ എന്താണ്? വ്യാധിയാകുന്ന ഇരുൾ. മനുഷ്യൻ വിവിധമായ വ്യാധികളാൽ വലയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ശിരസ് തൊട്ടുള്ളങ്കാല് വരെ എണ്ണിയാലൊടുങ്ങാത്ത പോലെ വിവിധമായ വ്യാധികൾ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അനവധി ഡോക്ടർമാരെ, അനവധി വൈദ്യന്മാരെ, അനവധി മെഡിസിൻ ഉപയോഗിക്കുന്നു. എല്ലാവരും പലതും മാറി മാറി നമ്മുടെ ശരീരത്തിൽ പരിശോധന നടത്തുമ്പോൾ, ടെസ്റ്റ് നടത്തുമ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് പ്രയോജനമില്ലാതെ നാം വലയുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ വ്യാധിയാകുന്ന ഇരുൾ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്.
രക്തം ചെയ്യും. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ മരുന്ന് നമുക്ക് തരും. ആ മരുന്ന് തരുമ്പോൾ ഓരോരോ പുതിയ മരുന്നുകൾ ഇറങ്ങുമ്പോൾ അതെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും. അതെല്ലാം നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലെ പരിശോധിച്ച് നോക്കുന്നത്. അത് പിടിക്കുകയാണെങ്കിൽ ആ മരുന്ന് വിപണി നന്നായിട്ട് വിറ്റ് ഒരു കൂട്ടം ജനം കാശുണ്ടാക്കും. പിടിച്ചില്ലെങ്കിൽ വേറെ മരുന്ന് വീണ്ടും വരും. അല്ലെങ്കിൽ അതിനൊന്നുകൂടെ ഒന്നുകൂടെ അതിന് കടുപ്പം കൂട്ടിയൊക്കെ ഏതെങ്കിലും വിധത്തിൽ കൊണ്ടുവരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, വ്യാധിയാകുന്ന ഇരുൾ, നിന്റെ ജീവിതത്തിലെ വിവിധ വ്യാധികൾ മാറുവാൻ വേണ്ടി നീ ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചു നോക്കി. നിന്റെ ജീവിതത്തിലെ വ്യാധിയാകുന്ന ഇരുൾ മാറാതെ ഇന്ന് നീ പലവിധമായ വ്യാധികൾക്കകപ്പെട്ട് നീയും നിന്റെ കുടുംബം തകരുകയല്ലേ? എത്രയോ നാളുകളായി നിന്റെ മക്കൾ വിവിധമായ വ്യാധികളെ പിടിച്ചു, നീ വ്യാധിയാൽ പിടിച്ചു, നിന്റെ ഭർത്താവ് വ്യാധിയാൽ പിടിച്ച് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ മറ്റൊരാളുടെ സഹായമില്ലാതെ നീ ഭാരപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? രക്തം ചെയ്യും. ഇന്ന് പകൽ അതിൽ ദൈവത്തിനെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ പറയുന്നത്, നിന്റെ ഏത് വ്യാധിയായിരുന്നാലും നീക്കുവാൻ കഴിയുന്നവൻ യേശു മാത്രമാണ്. ലോകത്തിലൊരു മന്ത്രവാദിക്കും ഒരു ഗൂഢോത്രവാദിക്കും ഒരു ശുദ്രപ്രയോഗം ചെയ്യുന്നവനും ഒരു അലറിയ ഇവിടുത്തെ ഒരു തന്ത്രങ്ങൾ കൊണ്ട് നിന്റെ വ്യാധിയെ നീക്കുവാൻ കഴിയില്ല. പലരും നിന്റെ വ്യാധിയെ നീക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം താൽക്കാലികമാണ്. പിന്നെ അതിന്റെ ഇരട്ടിയൂടെ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. അല്ലേ? എന്നാൽ നിന്നെ സകല വ്യാധിയിൽ നിന്നും വിടിവിക്കുവാൻ സർവശക്തനായ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. നീ അനുഭവിക്കുന്ന വ്യാധികളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. അല്ലേ? അതുകൊണ്ട് നീ സകല സ്ഥലങ്ങളിലും സകല മേഖലയിലും പരാജയപ്പെട്ടവളല്ലേ? ഇനിയെങ്കിലും നീ മനസ്സ് മാറി നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന്, യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വന്ന്, യേശു എന്റെ ജീവിതത്തിലെ, എന്റെ കുടുംബത്തിലെ, എന്റെ തലമുറയുടെ, എന്റെ ഭർത്താവിന്റെ, എന്റെ ഭാര്യയുടെ, എന്റെ അമ്മയുടെ, അപ്പന്റെ ശരീരത്തിലെ, ജീവിതത്തിലെ, ഞങ്ങളുടെ കുടുംബത്തിലെ വ്യാധിയെ മാറ്റുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാനത് വിശ്വസിക്കുന്നുവെന്ന് നീ ഹൃദയം കൊണ്ട് യേശുവോട് പറഞ്ഞാൽ ആ സമയം തന്നെ നിന്റെ ഹൃദയത്തിലെ, നിന്റെ ജീവിതത്തിലെ വ്യാധിയാകുന്ന ഇരുൾ മാറി. ഹല്ലേലൂയ. ആ ജീവിതത്തിൽ പ്രകാശം വരുത്തും. ഞാനതൊക്കെ പറയുമ്പോൾ അന്നപ്പൊത്തി വ്യാധിയാൽ ഇരുൾ പിടിച്ച അന്നപ്പൊത്തി ആളുകൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പലപ്പോഴും വിളിക്കാറുണ്ട്. പാസ്റ്ററേ, ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, ഞങ്ങളുടെ കുടുംബം എങ്ങനെയാണ്, മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, മുമ്പോട്ട് നടക്കാൻ കഴിയുന്നില്ല, എല്ലാം വഴിയടഞ്ഞിരിക്കുക, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, മരണം മാത്രമാണ് മുമ്പിൽ, എന്താണ് പോംവഴി എന്നൊക്കെ ചോദിച്ച് പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ആ വ്യാധിയാകുന്ന ഇരുളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ നിങ്ങൾ പലതും ചെയ്തില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് പ്രയോജനമൊന്നും ലഭിച്ചില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ സകല വ്യാധിയിൽ നിന്നും ഹല്ലേലൂയ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറയും. രക്തം ചെയ്യാം. അങ്ങനെ യേശു ക്രിസ്തുവിൽ പലരും വിശ്വസിച്ചതിന്റെ ഫലമായി ജീവിതത്തിലെ വ്യാധിയാകുന്ന ഇരുളിൽ നിന്ന് പലരും മോചനം തേടി. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതെ, കാലാകാലങ്ങളായിട്ട് നാം പരിശോധിച്ചാൽ, ഹല്ലേലൂയ, എത്രയോ കാലാകാലങ്ങളായി പരിശോധിച്ചാൽ ആദിമസഭയുടെ ചരിത്രത്തോട്ട് പഠിച്ചു കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച പലരുടെയും ജീവിതത്തിലെ മാറാത്ത വ്യാധികൾ മാറിപ്പോയ ചരിത്രം നമുക്ക് വായിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ദൈവസനിൽ വിശ്വസിക്കണം. നിന്റെ ജീവിതത്തിലെ സകല വ്യാധിയെ മാറ്റുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്നത്. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചാൽ, നിങ്ങളത് ഏറ്റെടുത്താൽ, അത് നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. കാരണം നമ്മുടെ ദൈവം അത്ഭുതം മന്ത്രിയാണ്. അവൻ വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ഹല്ലേലൂയ. നിന്റെ സകല വിഷയത്തിനും പരിഹാരകനാണ്, പരിഹാരം നൽകുന്നവനാണ്. നിന്നെ വെറും കൈയോടെ വിടുന്നവനല്ല, നിന്നെ അനാഥനായി വിടുന്നവനല്ല, നിന്നെ ഏകനായി വിടുന്നവനല്ല. അവൻ നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവനാ. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിലും കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിന്റെ കുടുംബത്തിനകത്തൊരു വിടുതൽ നടക്കാൻ പോകുക. ഈ പ്രഭാതത്തിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കാൻ പോകുക. നിന്റെ കിടക്കയിൽ എഴുന്നേൽപ്പിക്കാൻ കഴിയാതെ, കിടക്കയിൽ എഴുന്നേൽപ്പാൻ കഴിയാതെ നാളുകളായി നിന്നെ കട്ടിലിൽ കിടത്തിയിരിക്കുകയല്ലേ. നീ എഴുന്നേക്കില്ലെന്ന് വന്നവരൊക്കെ പറഞ്ഞില്ലേ, ഡോക്ടർമാർ വിധി എഴുതിയില്ലേ, നീ ഇനി എഴുന്നേക്കത്തില്ല, എന്നെ കൊണ്ട് പ്രയോജനമില്ല എന്ന് പലരും നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലേ. നീ ഇനി നരിയാണി ഉറപ്പിക്കത്തില്ല, നരിയാണി ഉറപ്പിച്ച് നടക്കയില്ലെന്ന് പലരും നിന്നോട് പറഞ്ഞിട്ടില്ലേ. ആ സ്ഥാനത്ത് ദൈവത്തിന്റെ ആത്മാവി പ്രഭാതത്തിൽ ശക്തമായി പറയുന്ന ദൂത് യേശു ഏൽപ്പിച്ചു കൊടുക്കാൻ നിന്റെ വ്യാധിയെ മാറ്റി അവൻ നിന്റെ കിടക്കയിൽ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്.
ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം രണ്ടാമത്തെ വ്യാധി, മൂന്നാമത്തെ വ്യാധി എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ശാപമാകുന്ന ഇരുളാണ്. ശാപമാകുന്ന ഇരുൾ. അപ്പൊ ഒന്ന് പാപമാകുന്ന ഇരുൾ, രണ്ട് വ്യാധിയാകുന്ന ഇരുൾ, മൂന്ന് ശാപമാകുന്ന ഇരുൾ. അതെ, സ്തോത്രം. പൂർവ്വപിതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ അവർ ചെയ്ത ക്രൂരതകൾ, അവർ ചെയ്തു വെച്ച പാപങ്ങൾ തലമുറയുടെ മേൽ വന്ന് വ്യാപരിക്കും, തലമുറയുടെ മേൽ നിൽക്കും. ആ ശാപം കുടുംബത്തിന്മേൽ നിലനിൽക്കും. ആ ശാപത്തെ നീക്കണമെങ്കിൽ, ആ ശാപത്തെ നീങ്ങിപ്പോകണമെങ്കിൽ, ശാപത്തെ നീക്കുവാൻ കഴിവുള്ളവനായ യേശു ക്രിസ്തു തന്നെ വിശ്വസിക്കണം. ഇപ്പൊ നോക്കി, 99% കുടുംബങ്ങളിൽ ശാപത്തിന് കീഴില്ല. ശാപം നീക്കാൻ വേണ്ടി പലരും പലതും ചെയ്യുന്നുണ്ട്. പല വിഭാഗക്കാരും ശാപം മാറ്റാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ ശാപം മാറത്തില്ല. അവർ ശാപം മാറ്റാൻ വേണ്ടി പലതും ചെയ്ത് ആയിരങ്ങൾ ചെലവഴിച്ചിട്ട് പിന്നെ ശാപം മാറാതെ കടന്നിലും പറയും, നിനക്ക് ജീവിതത്തിൽ കുറവുണ്ടെന്ന് പറയും, നിന്റെ ജീവിതത്തിൽ ക്രമീകരണം വരുത്താനുണ്ടെന്ന് പറയും, അല്ലെ നിന്റെ ജീവിതം ശരിയല്ലെന്ന് പറഞ്ഞ് അവർ തടിയൊഴുകി താളി പറഞ്ഞൊഴിഞ്ഞു മാറുന്ന അനുഭവങ്ങളാണ്. എന്നാൽ നിന്റെ ജീവിതത്തിലെ ശാപമാകുന്ന ഇരുളിനെ മാറ്റുവാൻ യേശുവിന് കഴിയും. അല്ലെങ്കിൽ നീ അവൾ പൈസ കൊടുക്കണ്ട, പണം ചെലവഴിക്കേണ്ട. കർത്താവായ യേശു ക്രിസ്തുവെ, അങ്ങയ്ക്ക് മാത്രമേ എന്റെ ജീവിതത്തിലെ ശാപത്തെ നീക്കാൻ കഴിയുള്ളൂ എന്ന് നീ യേശു ക്രിസ്തുവിനോട് വിശ്വസിച്ച്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിനോട് നീ പറയുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ശാപം മാറും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിതാക്കന്മാർ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്ന തലമുറ അനുഭവിക്കുന്ന ശാപങ്ങൾ, അല്ലെങ്കിൽ തലമുറയ്ക്ക് വളരുവാൻ കഴിയുന്നതിന്, പഠിക്കുവാൻ കഴിയുന്നതിന്, മുമ്പോട്ട് പോകാൻ കഴിയുന്നതിന്, ഉയർച്ചയില്ല, വ്യാപാരം ചെയ്ത നഷ്ടം, അല്ലെങ്കിൽ ജോലി ചെയ്ത നഷ്ടം, കൃഷി ചെയ്ത നഷ്ടം, എന്ത് തൊട്ടാലും അതെല്ലാം നഷ്ടമാണ്. അവിടെല്ലാം നിങ്ങൾ പറയും ഇതെല്ലാം ശാപമാണെന്ന് പറയും. അല്ലേ, അങ്ങനെ ശാപത്തിൽ വീണ് കിടക്കുന്ന കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, സകല ശാപത്തിൽ നിന്ന് നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന യേശുവിൽ വിശ്വസിക്കണം. അതുകൊണ്ടാണ് പൗലോസ് ഒരു ലേഖനം എഴുതും പറഞ്ഞത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന ദൈവം പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വചനം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിലെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുവാൻ, ഹല്ലേലൂയ, നമ്മെ ഒന്ന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിന് നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നത്. രക്തം ചെയ്യും. അത് ഇന്ന് പകരം ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കും, നിന്റെ കുടുംബത്തിൽ ശാപത്തെ നീക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യാം. അല്ലേലൂയ. അപ്പം ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, അല്ലേലൂയ, ദൈവജനം എന്ന് ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിന്റെ അവകാശികളായി മാറണമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, കർത്താവായ യേശു ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ജനം ഇനി ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. അവർ വെളിച്ചത്തിന്റെ അവകാശികളായി മാറണമെന്ന്. നിങ്ങൾ ആരാകണം? വെളിച്ചത്തിന്റെ അവകാശിയായി മാറണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നു, മനുഷ്യന്റെ വെളിച്ചം അവന്റെ വിശുദ്ധിയാകുന്നു. മനുഷ്യന്റെ വെളിച്ചം എന്താ? അവന്റെ ജീവിത വിശുദ്ധിയാണ്. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ജീവിക്കുന്നവരുടെ മുഖം പ്രകാശിക്കും, ജീവിതവും പ്രകാശിക്കും. വിശുദ്ധിയോടെ ജീവിക്കുന്നവരുടെ മുഖം പ്രകാശിക്കും. ഹല്ലേലൂയ. അവരുടെ ജീവിതവും പ്രകാശിക്കും. ആദിമ മനുഷ്യനായിരുന്ന ആദാം പാപം ചെയ്തപ്പോൾ വിശുദ്ധി നഷ്ടപ്പെട്ടു, പ്രകാശവും നഷ്ടപ്പെട്ടു. അവനുള്ളിൽ ഉണ്ടായിരുന്ന തേജസ്സിന്റെ വെളിച്ചം അവന് അകന്നുപോയി. ഹല്ലേലൂയ. ഇരുൾ ചുറ്റും വ്യാപിച്ചു. ഹല്ലേലൂയ. മരണയിരുൾ താഴ്വരയിലൂടെ അവൻ കടന്നുപോയി. പുറത്തു നോക്കി, ആദ്യ മനുഷ്യനായിരുന്ന ആദാമിനെ ദൈവം സൃഷ്ടിച്ച് ദൈവ തേജസ്സാൽ നിറച്ച് ഏദൻ തോട്ടത്തിലാക്കി വെച്ചു. കൗശലക്കാൻ നയിക്കുന്ന സാത്താൻ സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് ഹവ്വയുടെ ഹൃദയത്തെ വശീകരിച്ച് പ്രലോഭനം കൊടുത്ത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ് വൃക്ഷഫലം ഭക്ഷിച്ചത് അവൾ തന്റെ ഭർത്താവിനെ കൊണ്ട് കൊടുത്ത് രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിനകത്ത് ഇരുൾ വന്നു മൂടി. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ ദൈവ തേജസ്സ് നഷ്ടപ്പെട്ടു, ദൈവമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അവർക്ക് ചുറ്റും ഇരുൾ വ്യാപരിച്ചു, മരണയിൽ താഴ്വരയിലൂടെ കടന്നുപോയി. അപ്പോൾ അവർക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഹല്ലേലൂയ. സ്വസ്ഥതയില്ല, സന്തോഷമില്ല. അതെ, പാപം ജീവിതത്തിൽ വന്നാൽ
മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഇന്ന് പകൽ നീ ദൈവത്തിലേക്ക് മടങ്ങുക. നിന്നെ താഴ്ചയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കഷ്ടങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ശാപത്തെ മാറ്റുന്ന ദൈവമുണ്ട്. നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവമുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകുന്ന ദൈവമുണ്ട്. ആദാമ്യ പാപത്തിൽ വീണ് കിടന്ന് ഇന്ന് നീ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ, കണ്ണുനീരിന്റെ നദിയുടെ ഈ മരണനിലയിൽ താഴ്വരയിലൂടെയാണോ നീ കടന്നു പോകുന്നത്? ഒടുക്കത്തെ ആദാമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നീ വിശ്വസിക്കുന്നെങ്കിൽ ആ വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ ഹൃദയത്തിലെ ഇരുട്ട് മാറ്റി നിന്റെ ഹൃദയത്തെ പ്രകാശിക്കുവാൻ തുടങ്ങും. അപ്പം നഷ്ടപ്പെട്ടു പോയ ആദമിനും ഔവയ്ക്കും നഷ്ടപ്പെട്ടു പോയ വെളിച്ചം വീണ്ടും നമുക്ക് നൽകുവാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിന്റെ വെളിച്ചമായി ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. ആദാമിനും ഔവയ്ക്കും നഷ്ടപ്പെട്ടു പോയ വെളിച്ചം, ദൈവതേജസ്, ദൈവിക കൂട്ടായ്മ പാപത്താൽ ഇരുൾ വ്യാപരിച്ച് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ ജീവിച്ച അവരെ നമുക്ക് വേദപുസ്തകം വെളിപ്പെടുത്തുമ്പോൾ അതേ അനുഭവത്തിൽ കടന്നുപോയ നമ്മളെ രക്തം ചെയ്യും. അതിൽ നിന്ന് വിടുവിച്ച് വെളിച്ചം പകരാൻ വേണ്ടിയിട്ടാണ് ലോകത്തിന്റെ വെളിച്ചമായി യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. രക്തം ചെയ്യാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും പ്രകാശിപ്പിക്കുന്നവൻ യേശു ക്രിസ്തു തന്നെയാണ്. നമ്മുടെ ശരീരത്തെയും സ്തോത്രം, നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും പ്രകാശിപ്പിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ്. അല്ലാതെ ആർക്കും പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം, നമ്മൾ ഈ പുറമേ നിന്ന് അനുഭവിക്കുന്ന, പുറമേ കാണുന്ന വെളിച്ചം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഭൂമി ജീവിക്കുവാൻ ആവശ്യമായതാ. നമുക്ക് കണ്ട് നടക്കാന്, ജോലികൾ ചെയ്യുവാന്, അതിനാണ് ഭൗമികമായി വെളിച്ചം. പക്ഷെ നിങ്ങളുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും പ്രകാശിപ്പിക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ വരിക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിക്കുള്ളി ഉരച്ചാലുണ്ടാകുന്ന തീച്ചാലിയിൽ നിന്ന് 3 നിറങ്ങൾ കാണാൻ കഴിയും. തീപ്പെട്ടിക്കുള്ളി വരച്ചാൽ ആ ജ്വാലയിൽ നിന്ന് 3 നിറങ്ങൾ കാണാൻ കഴിയും. സ്തോത്രം. ചുവപ്പും മഞ്ഞയും നീലയും കലർന്ന തീജ്വാലയായിരിക്കും അതെന്ന് ഞാനൊരു ഭക്തനായ ദൈവദാസന്റെ പുസ്തകത്തിൽ വായിപ്പായിട്ടായി കഴിഞ്ഞു. അപ്പൊ ചുവപ്പും മഞ്ഞയും നീലയും കലർന്ന ഈ തീജ്വാലയായിരിക്കും. അതുപോലെ ഓരോ മനുഷ്യന്റെയും ആത്മാവിലും പ്രാണനും ശരീരത്തിലും ദൈവം 3 തരത്തിലുള്ള വിശുദ്ധിയെ പ്രതീക്ഷിക്കുന്നു. ഈ വെളിച്ചത്തിൽ 3 നിറം കാണുന്നത് പോലെ മനുഷ്യന്റെ ശരീരത്തിലും ദൈവം ഈ 3 വിധത്തിലുള്ള വിശുദ്ധിയെ പ്രതീക്ഷിക്കുന്നു. ആദ്യമായി അവൻ തന്റെ അകത്തെ വിശുദ്ധി കാത്ത് സൂക്ഷിക്കണം. ഒന്ന്, മനുഷ്യൻ തന്റെ അകത്തെ വിശുദ്ധി കാത്ത് സൂക്ഷിക്കണം. സ്തോത്രം. രണ്ടാമതായി എന്ന് പറയുമ്പോൾ സ്തോത്രം. രണ്ടാമതായി എന്ന് പറയുമ്പോൾ സ്തോത്രം. ബാഹ്യമായ വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ബാഹ്യമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. സ്തോത്രം. അതായത് മനുഷ്യന്റെ മധ്യ ജീവിക്കുന്നതിനുള്ള വിശുദ്ധി. അകത്തെ വിശുദ്ധി, ബാഹ്യമായ വിശുദ്ധി. മൂന്നാമത്തെ വിശുദ്ധി എന്ന് പറയുന്നത് അത്യുന്നതത്തിലെ വിശുദ്ധിയ, ഉയരത്തിലുള്ള വിശുദ്ധിയ, സ്വർഗീയമായ വിശുദ്ധിയ. ഇത് ദൈവത്തിന് അനുയോജ്യമായ വിശുദ്ധിയാകുന്നു. ദൈവവചനപ്രകാരം, ദൈവഹിതപ്രകാരം ആത്മീയമായി ജീവിക്കാനുള്ള വിശുദ്ധിയാണ്. സ്തോത്രം. വിശുദ്ധിയാണ് നിങ്ങളുടെ ആന്തരിക ജീവിതത്തിലെ വിശുദ്ധി നിങ്ങളുടെ ബാഹ്യമായ ജീവിതത്തിലും വിശുദ്ധിയോടായിരിക്കുവാൻ സഹായിക്കുന്നവയാണ്. അപ്പൊ നിങ്ങൾ വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. അപ്പൊ നിങ്ങളുടെ ബാഹ്യമായ ജീവിതത്തിലും വിശുദ്ധിയോടിരിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണം. അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുമ്പോൾ വിശുദ്ധ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയും. വിശുദ്ധ ജീവിതം നയിക്കണം. വിശുദ്ധ ജീവിതം നയിക്കാത്ത സകല ജനങ്ങളും ഇരുട്ടിൽ വസിക്കുന്നത് കേട്ടോ. പാപം നിന്റെ ജീവിതത്തിലുണ്ടോ? നീ ഇരുളിൽ തന്നെയാ. എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ പാപത്തിന്റെ ജീവിതത്തിൽ നീ എടുത്ത് കളയണം. പാപത്തെ ഉരിഞ്ഞ് കളയണം. തുണി ഉരിഞ്ഞ് കളയുന്നത് പോലെ, പഴത്തിന്റെ തൊലി ഉരിഞ്ഞ് കളയുന്നത് പോലെയൊക്കെ പാപത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഉരിഞ്ഞ് കളയണം. ക്രിസ്തുവേശുവിനുള്ള ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്ന ഗലാത്യലേഖനം 5:24 വായിക്കുന്ന പോലെ നിന്റെ ജഡത്തിന്റെ രാഗമോഹങ്ങളെ നീ ഉപേക്ഷിച്ച് നീ ആന്തരികമായും ബാഹ്യമായും നീ വിശുദ്ധി പ്രാപിക്കുമ്പോൾ നിനക്ക് ആത്മജീവിതത്തിൽ വിശുദ്ധിയെ പ്രാപിക്കാൻ കഴിയും.
രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ശക്തമായ ദൂതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ആത്മാവും പ്രാണനും ശരീരവും വിശുദ്ധിയോടെ വെളിച്ചം വീശുവാനായി ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ ആത്മാവിലും പ്രാണനും ശരീരത്തിലും വെളിച്ചം വീശുവാൻ, നാം വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് 3 തരത്തിലുള്ള വെളിച്ചം നമുക്ക് തന്നിരിക്കുക. 3 വിധത്തിലുള്ള വെളിച്ചം കർത്താവ് നമുക്ക് തന്നിരിക്കുക. അതിൽ ഒന്നാമത്തെ വെളിച്ചം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം 2 കൊരിന്ത്യർ ലേഖനം 4:4 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 2 കൊരിന്ത്യർ ലേഖനം 4:4 വായിക്കുമ്പോൾ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ. എന്താണ് സുവിശേഷത്തിലുള്ള പ്രകാശനം? ഒന്നാമത്തെ വെളിച്ചം സുവിശേഷം മുഖാന്തരമുള്ള വെളിച്ചം. ഹല്ലേലൂയ. സുവിശേഷമാകുന്ന വെളിച്ചം. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രകാശം എന്ന് പറയുന്നത് ദൈവ തേജസ്സിന്റെ പരിജ്ഞാനമാകുന്ന പ്രകാശം. അതാണ് 2 കൊരിന്ത്യർ ലേഖനം 4:6 നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങണം. അപ്പൊ ഒന്ന് ഹല്ലേലൂയ സുവിശേഷമാകുന്ന വെളിച്ചം. രണ്ടാമത് ദൈവ തേജസ്സിന്റെ പരിജ്ഞാനമാകുന്ന വെളിച്ചം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന കർത്താവ് നമ്മുടെ ജീവന്റെ വെളിച്ചം നമ്മൾ വരണം. മൂന്നാമത്തെ ജീവന്റെ വെളിച്ചം. ഹല്ലേലൂയ. അപ്പൊ ജീവന്റെ വെളിച്ചം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8:12 പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞത്. 3 വിധ വെളിച്ചം നമ്മുടെ ഉള്ളിൽ വരണം. ഒന്ന് സുവിശേഷമാകുന്ന വെളിച്ചം. ഹല്ലേലൂയ. 2 ദൈവ തേജസ്സിന് പ്രകാശമാകുന്ന വെളിച്ചം. 3 ജീവന്റെ വെളിച്ചം. ഹല്ലേലൂയ. അങ്ങനെ നീ ക്രിസ്തുവിന്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നിന്റെ ജീവിതം ദൈവത്താൽ നിറയപ്പെട്ട്, ദൈവ തേജസ്സാൽ നിറയപ്പെട്ട്, ദൈവിക പ്രകാശത്താൽ നിറയപ്പെട്ട് നിനക്ക് സമാധാനപരമായി ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ ഇരുള് മാറാൻ, ഇരുളിനെ മാറ്റുവാൻ യേശുക്രിസ്തുവിൽ മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. അതുകൊണ്ട് ഇവിടെ എന്നെ കേൾക്കുന്ന പരിശീലിക്കുന്ന അവൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നു. അറിവില്ലായ്മയിൽ നിന്ന് അറിവിന്റെ ശോഭയെ അവൻ ഉളവാക്കുന്നവനാണ്. അന്ധകാരത്തിൽ നിന്നും ദൈവ തേജസ് വരുത്തുന്നവനാണ്. സ്തോത്രം. അവൻ തന്നെയാണ് മഹത്വത്തിന്റെ ദൈവമായ ക്രിസ്തു. ഹല്ലേലൂയ. എന്താണ് ഞാൻ പറഞ്ഞത്? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ പ്രകാശിക്കുന്നവൻ യേശു. ഹല്ലേലൂയ. സ്തോത്രം. അറിവില്ലായ്മയിൽ നിന്ന് അറിവിന്റെ ശോഭയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നവൻ. ഹല്ലേലൂയ. 3 അന്ധകാരത്തിൽ നിന്നും ദൈവ തേജസ് നമ്മൾ പകർന്ന് ഹല്ലേലൂയ സ്തോത്രം മഹത്വത്തിന്റെ ദൈവമായ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ ലോകത്തിന്റെ വെളിച്ചമാക്കി ദൈവം നമ്മെ മാറ്റും. രക്തം ചെയ്യും. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിലേക്ക് വരണം കേട്ടോ. നിന്റെ പാപ സ്വഭാവങ്ങളെ മുഴുവൻ ഉരുകി കളഞ്ഞിട്ട്, നിന്റെ പാപ സ്വഭാവത്തെ മുഴുവൻ നീക്കിക്കളഞ്ഞിട്ട് കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ സമർപ്പിച്ച് കൊടുക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. യോബ് ഭക്തൻ അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കുക. അല്ലെങ്കിൽ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ യോബ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നു, അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. അല്ലെങ്കിൽ യോബ് ചോദിക്കുക, അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? അല്ലെങ്കിൽ എന്നിട്ട് യോബ് പറയാ, ഒരുത്തനുമില്ലെന്നാ. ഹല്ലേലൂയ. എന്താണ് ആ വചനം അങ്ങനെ രേഖപ്പെടുത്താൻ കാരണം? ഹല്ലേലൂയ. യോബ് ചോദിക്കുക, അശുദ്ധനിൽ ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല എന്നാകുന്നു അതിന്റെ ഉത്തരം തന്നെ. അശുദ്ധനിൽ നിന്ന് വിശുദ്ധനെ ജനിപ്പിച്ചവനെ, ഹല്ലേലൂയ, ഇരുളിൽ നിന്ന് വെളിച്ചം വീശുന്നവനെ യോബിന്റെ ജീവിതത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. അപ്പം ഹല്ലേലൂയ യോബ് നോക്കിയിട്ട് അശുദ്ധത്തിൽ നിന്ന് വിശുദ്ധനെ ജനിപ്പിച്ചവനെ, ഇരുളിൽ നിന്ന് വെളിച്ചം വീശുവനെ യോബിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നാൽ നമുക്കറിയാം, ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ഇരുൾ നീക്കി ഹല്ലേലൂയ വെളിച്ചം നൽകുന്നവനാണ്. ഈ യോബിന് കണ്ടുപിടിക്കാൻ കഴിയാതെ വന്ന, യോബിന് മനസ്സിലാക്കാൻ കഴിയാതെ വന്ന ചില സത്യങ്ങളാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ സകല അശുദ്ധി മാറ്റി, സകല ഇരുളും മാറ്റി നമ്മെ ദൈവ തേജസ്സാൽ നിറച്ച് ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തുവാണ് ഈ നമ്മളെ പ്രകാശിപ്പിക്കുന്നതെന്ന് ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നു. പക്ഷെ യോബിന് അത് മനസ്സിലായില്ലെങ്കിലും ഈ തലമുറയ്ക്ക് ദൈവം സുവിശേഷത്തിലൂടെ അത് വെളിപ്പെടുത്തി തരികയാണ്.
ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം അല്ലെങ്കിൽ ദൈവപുത്രനായിരിക്കുന്ന യേശു ഇരുൾ നീക്കി ആമേൻ വെളിച്ചം നൽകുന്നവനാണ്. അല്ലെങ്കിൽ അശുദ്ധന്മാരെ തന്റെ രക്തത്തിൽ ആമേൻ കഴുകി വെടിപ്പാക്കി വിശുദ്ധന്മാരാക്കി മാറ്റി അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ അവകാശികളായി അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ തന്ന സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റുന്നവൻ യേശു കർത്താവാണ്. രക്തം ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായത് എന്താണ്? അല്ലെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ഇരുൾ നീക്കി തരുന്നവനാ. അശുദ്ധന്മാരെ തന്റെ രക്തത്താൽ കഴുകി വിശുദ്ധന്മാരാക്കി മാറ്റുന്നു. പാപത്തിലും അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ പാപത്തിലും അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അശുദ്ധിയിലും ജീവിച്ച നമ്മെ തന്റെ പൈതലാക്കി സ്വീകരിക്കുന്നവനാണ് യേശു കർത്താവ്. ഈ ലോകത്തിന്റെ സകലമായ ജനിക ജീവിതത്തിൽ നിന്നും നമ്മെ കഴുകി വെടിപ്പാക്കി തന്റെ രക്തത്തെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മകനായി മകളാക്കി മാറ്റിയെടുക്കുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവവചനം ഇരുട്ടിൽ നിന്ന് പ്രകാശിക്കുന്ന സ്തോത്രം അല്ലെങ്കിൽ ശുഭ്ര നക്ഷത്രം ലോകം മുഴുവനും വെളിച്ചം വീശുന്നത് പോലെ ഹല്ലേലൂയ നിങ്ങൾ ക്രിസ്തുവിനാൽ പ്രകാശിക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ടിൽ പ്രകാശിക്കുന്ന ശുഭ്ര നക്ഷത്രം. ആ നക്ഷത്രം ലോകത്തിൽ മുഴുവൻ പ്രകാശം കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ കർത്താവായ യേശു ക്രിസ്തു വന്നാൽ, ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തു വന്നാൽ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി സകല ജനത്തിനും നിങ്ങൾ വെളിച്ചം വീശുന്നവനായി മാറും. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നിന്റെ സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, കണ്ണുനീരുകൊണ്ട് നിറയപ്പെട്ട ജീവിത സാഹചര്യങ്ങളെ മാറ്റി കർത്താവ് നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. നിന്റെ സകല പാപമാകുന്ന ഇരുൾ, വ്യാധിയാകുന്ന ഇരുളിൽ, ശാപമാകുന്ന ഇരുളിനെ ദൈവം നീക്കി ദൈവരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് ദൈവത്തിന്റെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സകല സങ്കടങ്ങളും നീക്കി, നിന്റെ സകല ദുഃഖങ്ങളും മാറ്റി നിന്റെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകളെ ദൈവം തരാൻ ആഗ്രഹിക്കുക. നിനക്ക് നഷ്ടപ്പെട്ട ജീവിതം, നിനക്ക് നഷ്ടപ്പെട്ട കുടുംബം, നിനക്ക് നഷ്ടപ്പെട്ട നന്മകൾ, നഷ്ടപ്പെട്ട ജോലികൾ, നിന്റെ നഷ്ടപ്പെട്ട ബിസിനസ്, നീ ആയിരിക്കുന്ന കടക്കെണിയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയമുള്ള കടക്കെണി മാറുവാൻ, തലമുറയ്ക്ക് വേണ്ടി ജീവിതത്തിൽ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ, ജീവിതത്തിൽ വിവാഹം നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വിവിധ കേസുകളിൽ വിമോചനം പ്രാപിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചുകൂടിയ ചില വിഷയങ്ങളുണ്ടല്ലോ, അതിന്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുക. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നതിൽ കരങ്ങൾ തട്ടിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. അല്ലെങ്കിൽ അതേ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിനകത്ത് നീ അത്ഭുതം ചെയ്യാൻ പോവുക. അല്ലെങ്കിൽ അപ്പോൾ ലോകം മുഴുവനും വെളിച്ചം തരുന്ന യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിന്റെ വെളിച്ചമായി മാറുമ്പോൾ നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അല്ലാതെ നീ എന്തെല്ലാം മാർഗം സ്വീകരിച്ചാലും, എന്തെല്ലാം വഴിയിലൂടെ പോയാലും നിന്റെ ജീവിതത്തിന്റെ ഇരുൾ മാറത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഏതൊരു മനുഷ്യൻ ഇരുൾ നിറഞ്ഞ പാപജീവിതം ഉപേക്ഷിച്ച് വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു, അവന്റെ ഹൃദയത്തിൽ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വീശുവാൻ തുടങ്ങും. പാപിയാ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച മനുഷ്യനെ പോലെ നീയും കർത്താവേ എന്നോട്, ഈ പാപിയായ എന്നോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞ് നീ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നിന്റെ പാപങ്ങളെ ക്ഷമിച്ചു തരുന്നവനാണ് യേശു. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതിന്റെ പാപത്തെ ക്ഷമിച്ചു തരാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നിന്റെ ജീവിതത്തിൽ സകല പ്രശ്നങ്ങളെ മാറ്റുവാൻ യേശുവിനെ കഴിയുള്ളൂ. നിന്റെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. കാരണം ലോകരക്ഷകനാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, നിങ്ങളുടെ പാപക്കറകൾ കഴുകി രക്ഷയുടെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ വീശുവാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ സമയത്ത് പറഞ്ഞു, ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 4:15 വായിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് കടന്നു പോകാൻ നമുക്ക് സമയമില്ല. ഹല്ലേലൂയ. ഞാൻ വായിച്ച വചനത്തിലേക്ക് മടങ്ങി വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം ഇറങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അതെ, പൗലോസ് പറഞ്ഞതുപോലെ ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് വരട്ടെ. പാപമാകുന്ന, വ്യാധിയാകുന്ന, ശാപമാകുന്ന ഇരുളിൽ നിന്റെ കുടുംബത്തെ വിടുവിച്ച് സമാധാനം, സ്വസ്ഥത, സന്തോഷം നിനക്ക് നിറയ്ക്കുവാൻ, ഇന്നലകളിലെ അസ്വസ്ഥത മാറ്റി നിന്റെ കുടുംബം മനോഹരമായി
പണിതെടുപ്പാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്നോടൊപ്പം ചേർന്ന് ഇങ്ങനെ പറയാമോ? യേശുവേ, എന്റെ ജീവിതത്തിന്റെ കഷ്ടം, എന്റെ കുടുംബത്തിന്റെ കഷ്ടം, കുടുംബജീവിതത്തിന്റെ കഷ്ടം, എന്റെ കുടുംബത്തിലെ പാപങ്ങൾ, എന്റെ മക്കൾ, എന്റെ ഭർത്താവ്, എന്റെ മാതാപിതാക്കൾ, എന്റെ സഹോദരങ്ങൾ, എന്റെ അയൽവാസികൾ, നീ കടന്നു പോകുന്ന എല്ലാ പാപസുഖത്തിനെ വിടുവിക്കുവാൻ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലേക്ക് വരുവാൻ ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. എന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. അങ്ങേക്ക് മാത്രമേ പാപമാകുന്ന, വ്യാധിയാകുന്ന, ശാപമാകുന്ന ഇരുളിൽ വിടിവിക്കാൻ കഴിയുള്ളൂ. അങ്ങ് മാത്രമാണ് ലോകരക്ഷകൻ, ലോകത്തിന്റെ വെളിച്ചം. ഏൽപ്പിച്ചതിരുന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുള്ള 800 കോടി ജനത്തിനായി 7 ഭൂഖണ്ഡങ്ങളുള്ള ജനത്തിനു പ്രാർത്ഥിക്കുന്നു. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലെ വിവിധ ഗോത്ര വിഭാഗങ്ങളിലിരിക്കുന്ന മൂപ്പന്മാർ, അധികാരികൾ, അല്ലെങ്കിൽ ജനത്തെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾക്ക്, BSF അതിർത്തികൾ കാക്കുന്ന നിയമ രംഗത്തിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, കർത്താവിന്റെ ജുഡീഷ്യറി വിവിധ വിഭാഗങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന. അല്ലേലൂയ. കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന, യാത്ര ചെയ്യുന്ന വാഹന നിർമ്മിതാക്കൾ, അല്ലേലൂയ, സ്തോത്രം. കടൽ കത്താൻ സമുദ്രത്തിലെ ആഴങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അല്ലേലൂയ, മണലാരണ്ടിൽ കഷ്ടസഹികൾ ജോലി ചെയ്യുന്നവർ, അല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവ് വിവിധ ഖനികളിലും കമ്പനികളിലും ഫാക്ടറികളൊക്കെ ജോലി ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ മേഖലയിൽ മെക്കാനിക്കലും മോട്ടോർ രംഗത്ത് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ട്രേഡ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. കർത്താവ് സ്തോത്രം. കർത്താവ് വിവിധ സഹകരണ മേഖലയിലും പൊതുമേഖലയും ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ഭാഗ്യ മേഖലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വിദേശ രാജ്യങ്ങൾ കഷ്ടമായി വേദന ചെയ്യുന്നു പഠിക്കുന്നവർ, വിവിധമായ പ്രതിസന്ധികൾ കടന്നു പോകുന്നവർ എല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടന നേതാക്കന്മാർ, ഭരണപ്രതിപക്ഷ പാർട്ടികൾ, ചരിത്ര മാധ്യമ മീഡിയ നിലനിൽക്കുന്ന മനുഷ്യൻ, മദ്യത്തിനും മയക്കിനും വൻസ് ലഹരിപതാൻ അടിമപ്പെട്ട് കിടക്കുന്നവർ, വിധമായ പാപമാകുന്ന, വ്യാധിയാകുന്ന, ശാപമാകുന്ന ഇരുളിൽ വീട് കിടക്കുന്ന എല്ലാ ജനത്തെയും തലമുറകളെ, മദ്യത്തിനും മയക്കുവരുന്ന വൻസ് ലഹരിപതാർത്ഥം അടിമപ്പെട്ട് കിടക്കുന്ന, സമാധാനമില്ല കുടുംബ ജീവിതം ചിഹ്നവിനുമായി തകർന്നു കിടക്കുന്ന പാരമ്പര്യ ശാപങ്ങളെ ദ്രയപ്പെട്ട നിരവധി കുടുംബങ്ങളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. വിവിധമായ തകർച്ചയുടെ നടുവിലൂടെ ആത്മഹത്യയുടെ വക്കിലെത്തിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്ന. ദൈവം വിടുതലേക്കണമേ. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിനും നിരാനും തടവറയിലായിരിക്കുന്നവർ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, വിവാഹം നടക്കാതെ ഭാരപ്പെടുന്നവർ, വിവിധ കുടുംബ ശാപങ്ങളാൽ ദ്രയപ്പെട്ട് കിടക്കുന്ന അനവധി ജീവിതങ്ങൾ ഇതുമകൻ വിടിവിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം ഇതുപോലെ അത്ഭുതം ചെയ്യണം, സകല മഹത്വം എടുക്കണം. യേശുവിന്റെ പാണ്ട് വിരിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.